സ്ത്രീധന പീഡന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് IPC സെക്ഷൻ 498A. ഈ നിയമം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് കോടതികളെ സമീപിക്കാറുണ്ട്. എന്നാൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഒരു നിയമം കുറച്ചാളുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നതുകൊണ്ട് ആ നിയമമേ എടുത്ത് മാറ്റണം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വിധി? എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ പറഞ്ഞത്? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വിവാഹിതയായ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ ക്രൂരത നേരിടേണ്ടി വന്നാൽ അതിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയാണ് 1983 498A എന്ന നിയമം ഉണ്ടാക്കിയത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സ്ത്രീധന മരണങ്ങളും സ്ത്രീധന ക്രൂരതകളും തടയുക എന്നതാണ്. എന്നാൽ ഈയിടെയായിട്ട് ഈ കുടുംബ വഴക്കുകളിൽ ഭർത്താവിന്റെ അകന്ന ബന്ധുക്കളെ പോലും പ്രതി ചേർക്കുന്നു എന്ന് പറഞ്ഞ് ഈ നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും പറഞ്ഞ് ജനശ്രുതി എന്നൊരു സംഘടന ഒരു റിട്ട് കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിന് മറുപടിയായിട്ടാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കൊടീശ്വർ സിംഗ് എന്നിവർ ഈ വിധി പ്രഖ്യാപിച്ചത്. ഈ വിധിയിൽ കുറെ പ്രധാന കാര്യങ്ങൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനായിട്ട് പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാൻ ഭരണഘടന 15/3 അനുച്ഛേദം സർക്കാരിന് അനുമതി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 498A എന്ന് പറയുന്നത് ഒരിക്കലും നിയമവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമോ അല്ല. അടുത്ത് കോടതി ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കാം, അതുപോലെ കത്തി കൊണ്ട് ഒരാളെ കൊല്ലുകയും ചെയ്യാം. അതിനർത്ഥം കത്തി നിരോധിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ആ കുത്തിയ ആളാണ് പ്രതി. അതുപോലെ കുറച്ചാളുകൾ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന് കരുതി ആ നിയമത്തിന്റെ പ്രസക്തി ഇല്ലാതായി പോകുന്നില്ല എന്നും കോടതി പറഞ്ഞു. സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും ഒരു കൈപ്പേറിയ അനുഭവമായിട്ട് തുടരുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പല സ്ത്രീകളും ഭയം കാരണം ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയുന്നില്ലെന്നും പരാതിപ്പെടുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ നിയമം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി വേണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യാജ പരാതികൾ വന്നാൽ അത് മനസ്സിലാക്കാൻ കോടതികൾക്ക് കഴിയുമെന്നും അത്തരത്തിലുള്ള വ്യാജ പരാതികൾ തിരിച്ചറിഞ്ഞാൽ തുടക്കത്തിലെ അത് റദ്ദാക്കാൻ ഹൈക്കോടതികൾക്ക് കഴിയുമെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ അനാവശ്യമായിട്ട് ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും എല്ലാം ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും പോലീസ് ശക്തമായ ജാഗ്രത പാലിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് അർഹരായ മനുഷ്യർക്ക് സംരക്ഷണവും നിരപരാധികൾക്ക് നീതിയും എന്നതാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്ത്രീധന പീഡന നിയമം ഒരു ഷീൽഡായിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് മറ്റുള്ളവർക്കെതിരെ പകപോക്കാനുള്ളൊരു ആയുധമാക്കരുതും കോടതി വ്യക്തമാക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾക്കെതിരെയെല്ലാം ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ പറഞ്ഞു വരാറുണ്ട്. സ്ത്രീകൾ നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ്, അതുകൊണ്ട് അതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് അതെല്ലാം നിരോധിക്കണമെന്ന് ഇവിടെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വിധി.